ഹായ് ഫ്രണ്ട്സ്, സ്വാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുടംപുളി ഉണക്കി ഉറകൂട്ടിയെടുത്ത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കുടംപുളി നല്ലപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുളി പെറുക്കിയെടുത്ത ശേഷം നന്നായിട്ട് കഴുകി രണ്ടായി പൊളിച്ച് അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞ ശേഷം തൈതലിലിട്ടിട്ട് അടിയിൽ നിന്ന് പുകയിട്ടാണ് കേട്ടോ ഉണക്കിയെടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നന്നായി കറുത്ത് കിട്ടിയേക്കുന്നത്. ഈ പുളി ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചാൽ എത്ര വർഷം വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇത് ഉറകൂട്ടാനായിട്ട് ഇതാ കുറച്ച് ഉപ്പ് വേണം, പൊടിയുപ്പാണേ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പുളി ഇതുപോലൊരു ചാക്കിലിട്ട് ഉറകൂട്ടി എടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇതാ ഇതുപോലെ നന്നായിട്ട് വിതറി കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഉപ്പും വെളിച്ചെണ്ണയും എല്ലാ പുളിയിലും വരത്തക്ക രീതിയിൽ നന്നായി തിരുമ്മിയെടുക്കണം. ഉപ്പും വെളിച്ചെണ്ണയെല്ലാം ആവശ്യത്തിന് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാ പുളിയിലും ഉപ്പും വെളിച്ചെണ്ണയും പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും പുളി. ഇങ്ങനെ നമ്മൾ ഉറകൂട്ടി എടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെയിലത്തൂടി വെച്ചിട്ടാണ് നമ്മളിതെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളി ഇവിടെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതൊരു 4 കിലോ പുളിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുളി ഉറകൂട്ടിയെടുക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.